ഞാൻ തൂത്തോണ്ട് നിൽക്കുകയായിരുന്നു 10 മണിക്ക്. തൂത്തോണ്ട് നിന്നപ്പോൾ ഒരാൾ എന്നെ വഴക്കം പറഞ്ഞോണ്ട് വരണം, ചേച്ചി എന്തിനു തൂക്കണ്, കാലും നടുവൊന്നും വയ്യാത്തതല്ലേ എന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ച് ബാലനാന്ന് ചോദിച്ച്, അപ്പോഴും പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ അമ്മയും ഭാര്യയൊക്കെ ചോദിച്ച്, അവരൊക്കെ സുഖം തന്നെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കയറിയപ്പോൾ ഞാൻ എൻ്റെ ബന്ധുവാണല്ലെന്നും പറഞ്ഞ് ഒരു ചായ ഇടട്ടെന്ന് ചോദിച്ച്. അപ്പം പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കണ്ണിന് നല്ല കാഴ്ച കുറവാണ്. അപ്പം ചായ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ചായ ഇടാൻ പോയപ്പം അപ്പുറത്തോട്ട് മാറണ കണ്ട്, നല്ല വീടല്ലേ ചേച്ചിക്ക് ഒരു വീടായതെന്ന് പറഞ്ഞു. ചായ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ആളിനെ കണ്ടില്ല, ഫോണും കണ്ടില്ല. പിന്നെ സ്വർണവും എടുത്തോണ്ട് പോയി. പറഞ്ഞ് നല്ല വീടല്ലേ, ഒരു വീടൊക്കെ ഞാൻ ചായ ഒഴിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ നിന്ന് മൊബൈലിൽ കുത്തണം. ചായ ഇട്ടുകൊണ്ട് പേരിയല്ലേ വിളിച്ചപ്പോ ആളിനെ കണ്ടില്ല. മൊബൈലോടെ നീ എടുത്തോണ്ട് മൊത്ത സ്വർണ്ണം വിറ്റാ, മൊത്ത സ്വർണ്ണം വിറ്റാടേ. നീ ഇത് മോട്ടിക്കാൻ നേരത്തെ ഇത്ര അഭിനയില്ലായിരുന്നല്ലോ. നീ മോട്ടിക്കാൻ പോയപ്പോ ഇത്ര ഡാവൊന്നും വന്നപ്പോ ഡാവില്ല. മാന്യത കാണിക്കുന്നുണ്ടാണ്. നമ്മളൊരു മാന്യത കാണിക്കുന്നുണ്ടാണ്. വയസ്സിന് മൂത്തായോണ്ട് ഒരണക്കിന് ചാവണല്ലോ ആൾക്കാർ മോട്ടിക്കണേ. അന്തസ്സായിട്ട് ജീവിച്ചിട്ട് അന്തസ്സായിട്ട് കൂലിപ്പണിയെടുത്ത്, അല്ലെങ്കിൽ തോർത്ത് ഇരുന്നിരുന്നേ പോരല്ലേ. തിരുവനന്തപുരത്ത് വയോധികയെ കബളിപ്പിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പിടികൂടി. നെടുമങ്ങാട് മഞ്ച സ്വദേശി സുലൈമാനാണ് അറസ്റ്റിലായത്. ബന്ധുവാണെന്ന് കബളിപ്പിച്ചാണ് കഴിഞ്ഞ മാസം 5-ന് പന്തലങ്കോട് സ്വദേശി സരോജിനി അമ്മയുടെ വീട്ടിൽ നിന്നും സുലൈമാൻ മോഷണം നടത്തിയത്. 1 ലക്ഷം രൂപ വരുന്ന സ്വർണമാലയും മൊബൈൽ ഫോണുമാണ് കവർന്നത്. കണ്ടല്ലോ, അതുതന്നെയാണല്ലോ. അല്ല, ഇങ്ങനെ കണ്ടേ, നിങ്ങൾ കണ്ടേ, വേറെ നിങ്ങൾ കണ്ടല്ലോ. അത് മാത്രമല്ല സാറേ, നിങ്ങൾ ചോദിച്ചില്ല നമ്മളെ ഫസ്റ്റ് ക്യാമറ അതായത് ഫസ്റ്റ് ക്യാമറ തൊട്ട് മേലത്തെ വിടാം. അതെ അതെ അതെ, അറിയാൻ പറ്റില്ല. അതെ അതെ, ഇവിടെ പാവം ഇതേ കണക്ക് വേറൊരു വെള്ളം ഇവിടെ ഉണ്ട്. അയാളെ ഞാൻ 2 ദിവസം പാവം അയാൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങളെ മുമ്പ് നടക്കണം, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഞങ്ങളും ചോദിച്ചില്ല. കാര്യം നമ്മൾ അറിയാതെ പറഞ്ഞൊരു കാര്യമില്ല.